ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെ മീൻസിലെ 1 ഡയമെൻഷണൽ പ്രോഗ്രാം തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് ക്ലസ്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് ഡാറ്റ പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് തന്നേക്കുന്ന ഡാറ്റ പോയിൻറ്റ്സ് ആണ് 2, 4, 6, 10, 12, 14 എന്ന് പറയുന്നതും അതേപോലെ തന്നെ ക്ലസ്റ്റേഴ്സ് 2 ക്ലസ്റ്റർ സെൻറ്റേഴ്സാണ് നമുക്ക് തന്നേക്കുന്നത്. അതിനെ പറയുന്നതാണ് സെൻട്രോയിഡ്. C1 C2. C1 എന്ന് പറയുന്നത് 2ഉം C2 എന്ന് പറയുന്നത് 10ഉമാണ്. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നേക്കുന്ന ഡാറ്റ പോയിൻറ്റ്സ് ഒക്കെ എഴുതുക. അതേപോലെ തന്നെ ഡിസ്റ്റൻസ് C1ലേക്കുള്ള ഡിസ്റ്റൻസും തന്നേക്കുന്ന ഡാറ്റ പോയിൻറ്റിൽ നിന്ന് C1ലേക്കുള്ള ഡിസ്റ്റൻസും C2ലേക്കുള്ള ഡിസ്റ്റൻസും കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഡിസ്റ്റൻസിൽ മിനിമം വാല്യൂ വരുന്നത് ഏതാണോ ആ വാല്യൂവിൻ്റെ അസൈൻ ചെയ്യുന്ന ക്ലസ്റ്റർ ഏതാണ് അതും കൂടിയാണ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഡാറ്റ പോയിൻറ്റ് 2 എടുത്തു കഴിഞ്ഞിട്ട് ഡിസ്റ്റൻസ് ടു C1 നോക്കുവാണ്. അപ്പോൾ 2 - 2 ചെയ്യുക, 0യും കിട്ടി. ഡിസ്റ്റൻസ് ടു C2 ചെയ്തു, 2 - 10ഉം ചെയ്തു. അപ്പോൾ നമുക്ക് 8ഉം കിട്ടി. ഇനി അത് രണ്ടും തമ്മിലുള്ള മിനിമം വാല്യൂ ഏതാ നോക്കുക. അപ്പോൾ 0യാണ്. അപ്പോൾ നമ്മൾ അതിനെ അസൈൻ ചെയ്തേക്കുന്ന ക്ലസ്റ്റർ C1 ആണ്. ഇനി രണ്ടാമത്തെ ഡാറ്റ പോയിൻറ്റ് 4 എടുത്തു. അത് ഡിസ്റ്റൻസ് ടു C1 നോക്കി, 4 - 2 നമുക്ക് 2ഉം കിട്ടി. ഡിസ്റ്റൻസ് ടു C2 ചെയ്തു, 4 - 10 അത് നമുക്ക് 6ഉം കിട്ടി. ഇനി അതിലെ മിനിമം വാല്യൂ നോക്കണു. അപ്പോൾ അതിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമ്മൾ അത് അസൈൻ ചെയ്യുന്ന ക്ലസ്റ്റർ C1 ആണ്. ഇനി അതേപോലെ തന്നെ 10 എന്നുള്ളൊരു വാല്യൂ എടുത്തു. 10 എടുത്തു കഴിഞ്ഞപ്പോൾ 10 C1ലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കി, 10 - 2 അപ്പോൾ നമുക്ക് 8ഉം കിട്ടി. അതേപോലെ തന്നെ C2ലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കി, 10 - 10 അപ്പോൾ നമുക്ക് 0യും കിട്ടി. അതിൻ്റെ മിനിമം വാല്യൂ 0യാണ്. അപ്പോൾ നമുക്കത് C2 ക്ലസ്റ്ററിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ തന്നേക്കുന്ന ഡാറ്റ പോയിൻറ്റ്സിൻ്റെ എല്ലാം ഡിസ്റ്റൻസ് ടു C1ഉം ഡിസ്റ്റൻസ് ടു C2ഉം കണ്ടിട്ട് ഏത് ക്ലസ്റ്ററാണോ അസൈൻ ചെയ്യണേ അത് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി തന്നേക്കണ കിട്ടിയ ക്ലസ്റ്റർ അസൈൻ ചെയ്തേക്കണ ക്ലസ്റ്റർ വെച്ച് നമ്മൾ 2 ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്തു. ഇപ്പോൾ C1 ആദ്യം കൊടുത്തേക്കുന്നത് C1 എന്ന് പറയുന്ന ക്ലസ്റ്ററും രണ്ടാമത് കൊടുത്തേക്കുന്നത് C2 എന്ന് പറയുന്ന ക്ലസ്റ്ററാണ്. C1 ക്ലസ്റ്ററിലേക്ക് കൊടുത്തേക്കണ പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് C2 ക്ലസ്റ്ററിലേക്ക് കൊടുത്തേക്കണ പോയിൻറ്റ്സ് 10, 12, 14. അങ്ങനെ നമ്മൾ 2 ക്ലസ്റ്റേഴ്സാക്കി എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ക്ലസ്റ്റർ ന്യൂ ക്ലസ്റ്റർ കാണുവാണ്. അതിന് തന്നേക്കണ ഓരോ ക്ലസ്റ്ററിൻ്റെ മീൻ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് C1 ക്ലസ്റ്ററിൻ്റെ നമ്മളുടെ മീൻ വാല്യൂ കണ്ടുപിടിക്കുന്നത് 4 + 2 + 6 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 4ഉം കിട്ടി. സെക്കൻഡ് ക്ലസ്റ്റർ എടുത്തു. ഇനി സെക്കൻഡ് ക്ലസ്റ്ററിൻ്റെ നമ്മൾ മീൻ കണ്ടുപിടിക്കുകയാണ്. ന്യൂ C2 = 12 + 10 + 14. ഈ ക്ലസ്റ്ററിൻ്റെ അകത്തുള്ള എല്ലാ വാല്യൂ കൂടിയും പ്ലസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ചെയ്യുക. അപ്പോൾ 3 കിട്ടി. നമുക്ക് 36/3 = 12 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. ഇനി നമ്മളുടെ പുതിയ ക്ലസ്റ്റർ സെൻറ്റേഴ്സ് ആണ് ഈ പറയുന്ന 4ഉം 12ഉം എന്ന് പറയുന്നത്. ഇനി ഈ സ്റ്റെപ്പ് 1 തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുവാണ്. റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ക്ലസ്റ്റർ സെൻറ്റേഴ്സ് ആയിട്ട് നമ്മൾ 4നെയും എടുക്കണം, 12നെയും എടുക്കണം. അതാണ് ചേഞ്ച് വരുന്നത്. എന്നിട്ട് തന്നേക്കുന്ന ഡാറ്റ പോയിൻറ്റ്സിൽ ഓരോ ഡാറ്റ പോയിൻറ്റും ഡിസ്റ്റൻസ് ടു C1ഉം ഡിസ്റ്റൻസ് ടു C2ഉം ചെയ്യുക. അത് അസൈൻ ചെയ്തേക്കുന്ന ക്ലസ്റ്ററും ഏതാണെന്ന് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അവസാനം ഓരോ ക്ലസ്റ്ററിനെ 2 ക്ലസ്റ്റർ ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കിയപ്പോൾ ഫസ്റ്റ് ആദ്യം നമുക്ക് കിട്ടിയ ക്ലസ്റ്ററും രണ്ടാമത് നമ്മൾ സ്റ്റെപ്പ് 1 റിപ്പീറ്റ് ചെയ്തപ്പോൾ ക്ലസ്റ്റേഴ്സും സെയിം വാല്യൂസ് തന്നെയാണ്. ഓരോ ക്ലസ്റ്റേഴ്സിലും സെയിം വാല്യൂ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നേക്കണേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇനി അങ്ങോട്ടേക്ക് ചെയ്താലും ഈ സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റഡ് ആയിട്ടേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പോയിന്റ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ നമ്മൾ K മീൻസ് വെച്ച് 2 ക്ലസ്റ്റേഴ്സിനെ ഫോം ചെയ്തെടുത്തേക്കണം.